ഇടുക്കി ജില്ലയിലെ കയ്യേറ്റം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ കിട്ടിയിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. വ്യാജ പട്ടയം ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമിയാണ് കയ്യേറിയത് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. അതേസമയം കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായി കണ്ട് കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി നൽകി. പരുന്തുംപാറയിലെ വിവാദ കയ്യേറ്റം ജനം ടിവിയാണ് ആദ്യം പുറത്തുകൊണ്ടുവന്നത്. ഇടുക്കി ജില്ലയിലെ വൻകിട ഭൂമി കയ്യേറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാരാണ് അവിടെ കയ്യേറ്റം നടത്തുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയ മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഈ പരുന്തുംപാറ വില്ലേജ് സർവേ നമ്പർ 534 വ്യാപകമായ കയ്യേറ്റം നടന്നിട്ടുള്ളത്. 624 ഏക്കർ 84 സെന്റ് സ്ഥലമാണ് ഈ സർവേ നമ്പറിലുള്ളത്. ഒരു കാരണവശാലും പട്ടയം നൽകാൻ കഴിയാത്ത കൃഷിയോഗ്യമല്ലാത്ത തട്ടുപാറ, അതായത് നമുക്കറിയാം ഈ നിയമം അനുസരിച്ച് കൃഷിക്കും അല്ലെങ്കിൽ വീട് വെക്കുന്നതിനും ആണ് പട്ടയം കൊടുക്കാൻ നിയമമുള്ളത് എന്നിരിക്കെ ഈ പാറപ്പെട്ടുകൾക്ക് എങ്ങനെയാണ് സാർ പട്ടയം കിട്ടുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ അങ്ങയുടെ കീഴിലുള്ള വകുപ്പാണല്ലോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കീഴിൽ പരിസ്ഥിതി ലോല മേഖല പോലെ 13 വില്ലേജുകളെ അടയാളപ്പെടുത്തി അവിടെയും നിയന്ത്രണം കൊണ്ടുവരികയാണ് സാർ. ഞാൻ വളരെ വേദനയോടുകൂടി പറയുന്നു, അങ്ങ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത്, ഇടുക്കി പാക്കേജിൽ 1 രൂപ നൽകിയില്ല എന്ന് മാത്രമല്ല, അങ്ങ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത് ഇടുക്കിയിൽ നിന്നും ജനങ്ങളെ പാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു എന്ന് ഇപ്പോഴാണ് സാർ മനസ്സിലായത്. കയ്യേറ്റക്കാരെ സർക്കാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ടാണ്. വ്യാജ പട്ടയം 64-ലെ 71-ലെ 91-ലേക്ക് വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ട് സർക്കാർ സ്ഥലം കയ്യേറുകയാണ്. 100 കണക്കിന് ഏക്കർ കയ്യേറുകയാണ്. പാറ ഉള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കാൻ പറ്റില്ല, പട്ടയമില്ല, വ്യാജ പട്ടയമാണ്. ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി ഇവർ കയ്യേറ്റം നടത്തുന്നു എന്ന് വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും എല്ലാവരും നിരന്തരമായി റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല. 10 മീറ്റർ വീതിയിൽ ഞാൻ പേര് പറയില്ല കേട്ടോ, പേര് പറയുന്ന പ്രശ്നവും 2.5 കിലോമീറ്റർ നീളത്തിൽ പണിതു, പാറ പൊട്ടിച്ചു പണിതു. സാർ, അതാണോ പാറ? അല്ലെ അത് കണ്ടിട്ട് അനങ്ങാതിരിക്കുന്ന ഈ സർക്കാരാണോ അനങ്ങാപ്പാറ? ഏതാ പാറ എന്ന് എനിക്ക് സംശയം. ഏതാ പാറ? ഈ അനങ്ങാപ്പാറയാണ്. 2.5 കിലോമീറ്റർ നീളത്തിൽ 10 മീറ്റർ വീതിയിൽ സർക്കാർ സ്ഥലത്ത് പാറ പൊട്ടിച്ചിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തില്ല, അങ്ങേക്ക് അറിയാം. പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദമാണ്, നടപടി എടുക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ആളുകളാണ് അതിന്റെ പുറയിൽ. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരുപോലെ കാണരുതെന്ന പ്രതിപക്ഷത്തോട് റവന്യൂ മന്ത്രി. ഇവിടെ എഴുതി തന്ന നോട്ടീസല്ല, എഴുതി തന്ന നോട്ടീസിൽ മറുപടി പറയാൻ ചുമതലപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോടല്ല ചോദ്യം ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിക്കുന്നത് എന്താണോ അങ്ങ് കഴിഞ്ഞ 4 വർഷമായി ലക്ഷ്യം വെക്കുന്നത് ആ വഴിയിലേക്ക് ഇതൊന്നും മാറ്റി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് സാർ. അതിന് മലയോര മേഖലയിലെ പാവപ്പെട്ട മനുഷ്യനെ വിധേയമാക്കരുത്, അവനെ അതിന്റെ ഉദ്വകരണമാക്കി മാറ്റരുത് എന്ന് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുണ്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം.